നിങ്ങളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസോ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. കാരണം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വലിയ വലിയ കമ്പനികളായ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, ചാറ്റ് GPT, പിൻട്രസ്റ്റ്, സ്നാപ്ചാറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അവർ അവരുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർവീസോ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ്സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ചുറ്റും ഒരുപാട് വലിയ വലിയ കമ്പനികളുണ്ട്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ചാറ്റ് GPT, ഇങ്ങനെ വലിയ വലിയ കമ്പനികൾ. ആക്ച്വലി ഈ വലിയ വലിയ കമ്പനികളൊക്കെ അവരെങ്ങനെയാണ് അവരുടെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവർ യൂസേഴ്സിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഫ്രീക്വന്റ്ലി നമ്മളെ കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവരൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യും. ഈ പ്രൊഡക്റ്റാണ് അവർ നമുക്ക് തരുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനെയാണ് നമ്മളൊരു ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വന്റ്ലി ആയിട്ട് അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ സമയം, നമ്മുടെ എഫേർട്ട് എല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുപാട് ടൈമും എഫേർട്ടൊക്കെ നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വലിയ വലിയ കമ്പനികളെല്ലാം അവരുടെ പ്രൊഡക്റ്റും സർവീസും ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു 4 രീതിയുണ്ട്, 4 ഫേസ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡിങ്ങിന്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ട്രിഗർ, രണ്ടാമത്തത് ആക്ഷൻ, മൂന്നാമത്തത് വാരിയബിൾ റിവാർഡ്, ആൻഡ് നാലാമത്തത് ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ 4 കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രിഗർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ട്രിഗറും ഉണ്ട്, ഇന്റേണൽ ട്രിഗറും ഉണ്ട്. ആക്ച്വലി 2 ട്രിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ട്രിഗർ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലേക്കോ നമ്മുടെ ഇമെയിലിലേക്കോ നമ്മുടെ വാട്സപ്പ് ചാറ്റിലേക്കോ പെട്ടെന്ന് ഒരു സമയത്ത് ഒരു ദിവസം നമ്മുടെ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു സൈറ്റിന്റെ ലിങ്ക് വരുന്നതാവാം. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ട്രാവല് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായ മാലദ്വീപ്സിലേക്ക് നിങ്ങളൊരു ട്രാവൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മുന്നിലേക്ക് മാലദ്വീപ്സിന്റെ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ള ആരെങ്കിലും ട്രാവൽ ചെയ്തിട്ട് അതിന്റെ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്റേണൽ ട്രിഗർ അവിടെ വർക്ക് ചെയ്യും. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അവര് അടുത്ത വെബ്സൈറ്റിലേക്ക്, അടുത്ത സൈറ്റിലേക്ക്, അതായത് ഇപ്പോൾ പിൻട്രസ്റ്റിന്റെ സൈറ്റിലേക്കാവാം, അതല്ല ഇൻസ്റ്റഗ്രാമിന്റെ സൈറ്റിലേക്കാവാം, വാട്ട് എവർ, ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് നിങ്ങൾ അവര് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ ആ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പുതിയൊരു വെബ്സൈറ്റിലേക്ക് എത്തും. സോ അവിടെ മുതൽ നിങ്ങൾ ആക്ച്വലി ഒരു പുതിയ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്, പുതിയൊരു ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്റ്റിന്റെ യൂസർ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ഫോണിലേക്ക് വരുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നിടത്താണ് ആക്ച്വലി നിങ്ങളുടെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തത് കൊണ്ടാണ് ആക്ച്വലി നിങ്ങൾ ഒരു പുതിയ വെബ്സൈറ്റിലേക്ക്, പുതിയ ഒരു നിങ്ങൾ പോലും അറിയാതെ വേറൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പുതിയ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കമ്പനികൾ, ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ ലീവറേജ് ചെയ്യുന്ന ഒരു ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിനകത്തേക്ക് കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു യൂസർ നെയിം അടിച്ചിട്ടോ നിങ്ങൾക്ക് നേരെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇങ്ങനെ ഒരു ഫോമിലാണ് വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. കാരണം അവരൊരിക്കലും ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഡാഷ്ബോർഡോ കാര്യങ്ങളോ നിങ്ങൾക്ക് തരില്ല. കാരണം നിങ്ങൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത അവരുടെ ഡാഷ്ബോർഡിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള എല്ലാ ലിവറേജും അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാരിയബിൾ റിവാർഡാണ്. ആക്ച്വലി ദിസ് ഇസ് എ പവർഫുൾ ടൂൾ. കാരണം എന്താന്ന് പറഞ്ഞാൽ മിക്ക കമ്പനികളും, വലിയ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റ് അവർ യൂസേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് അവരൊരു ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിൽഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ടൂളാണ് വാരിയബിൾ റിവാർഡ്. ആക്ച്വലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിന് എപ്പോഴും റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കണം. കാരണം നമ്മളെ ബ്രെയിൻ എപ്പോഴും റിവാർഡുകളാണ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിവാർഡ് കിട്ടുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ നല്ല രീതിയിൽ സർജ് ആവും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ റിവാർഡ് ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് എന്താണുള്ളത്. നിങ്ങൾ ഓരോ പ്രാവശ്യം പോയിട്ട് നിങ്ങൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നു, നിങ്ങളുടെ സാധനം എടുക്കുന്നു, തിരിച്ചു പോരുന്നു. അതല്ല, നിങ്ങളെ ഫ്രിഡ്ജ് നിങ്ങൾ ഓരോ പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആ ഫ്രിഡ്ജിനകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ ഡോപ്പമിൻ നല്ല രീതിയിൽ സർജ് ആവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് സെല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവരെങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരുടെ സൈറ്റിലേക്ക്, ഇപ്പൊ പിൻട്രസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളൊരു പിൻട്രസ്റ്റിന്റെ സൈറ്റിലേക്ക് നമ്മൾ അവരുടെ ഡാഷ്ബോർഡ് നമ്മൾ ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിലപ്പം ഒരു 1 അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ചിന്തിക്കുക, ഓക്കെ, 1 മണിക്കൂർ ഞാൻ ചെലവഴിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ തലച്ചോറ്, അതായത് നമ്മുടെ ബ്രെയിൻ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ഡോപ്പമിൻ നല്ല രീതിയിൽ അവിടെ സർജ് ആവുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു വലിയ സമയം നമ്മൾ റീൽസ് കാണാൻ വേണ്ടിയിട്ടും അതേപോലെ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത്. നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, നമ്മളിപ്പോൾ ഒരു പിൻട്രസ്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആ ഒരു സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ട് എത്രത്തോളം സമയം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ അവർക്ക് നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കൂടുതൽ ഫ്രണ്ട്സിനെ അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ, ഇപ്പൊ നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്ന പോലെ ആയിരിക്കാം. അതല്ല, മറ്റുള്ള ഫ്രണ്ട്സ്, ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, ഓക്കെ നിങ്ങൾ ഈ റീലൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളോട് പറയും, ചിലപ്പോൾ ഈ റീലൊന്ന് കണ്ടു നോക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ റീൽ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പിക്ചർ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം, നമ്മുടെ എഫേർട്ട്, അതേപോലെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ്, അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഇതേപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ തന്നെ നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ റിലേറ്റീവ്സിനെ എല്ലാവരും നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ അതിൽ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഇനി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ 4 കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട്, ഈ 4 കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റോ, ഇപ്പൊ നിങ്ങൾക്ക് ടെക്നോളജി പരമായിട്ട് നിങ്ങൾ നല്ലൊരു ഇന്നോവേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നല്ല രീതിയിലുള്ള സർവീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആക്ച്വലി ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒന്ന് ട്രിഗർ ചെയ്യിപ്പിക്കാം, രണ്ടാമത്തത് ആക്ഷൻ, മൂന്നാമത്തത് വാരിയബിൾ റിവാർഡ്, നാലാമത്തത് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഈ ഒരു 4 പാറ്റേൺ, ഈ 4 ഫേസും നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ 4 കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട്, ഈ 4 കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റോ, ഇപ്പൊ നിങ്ങൾക്ക് ടെക്നോളജി പരമായിട്ട് നിങ്ങൾ നല്ലൊരു ഇന്നോവേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നല്ല രീതിയിലുള്ള സർവീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓൾറെഡി നമ്മുടെ ചുറ്റും ഒരു ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട്. അതായത് അടുത്തൊരു 40 വർഷത്തേക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും ഇനി വന്നുകൊണ്ടിരിക്കും എന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മാർക്കറ്റിൽ നമുക്കും സംതിങ് ബിൽഡ് ചെയ്തിട്ട്, നിങ്ങളിപ്പോൾ നല്ലൊരു ടെക്നോളജി പരമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ടെക്നോളജി പരമായിട്ടൊക്കെ നല്ല അറിവോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു 4 ഫേസും കൂടി നിങ്ങൾ നോക്കിയിട്ട്, ഈ ഒരു 4 ഫേസ് നോക്കി അതേപോലെ നിങ്ങൾക്കും നല്ലൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ലോകത്തുള്ള ഏറ്റവും വലിയ കമ്പനികളായ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ChatGPT ആയാലും ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും, ഇവരൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു 4 ഫേസിലൂടെയാണ്. അത് നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്തും ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക. ഒരിക്കലും മറ്റുള്ളവർ ചെയ്തത് അതേപോലെ കോപ്പി ചെയ്യുന്നതിലല്ല, മറ്റുള്ളവർ ചെയ്തതെന്ന് നമുക്ക് എന്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ അവരത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ട്രിക്കാണോ ചെയ്തിട്ടുള്ളത് അത് നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ബിസിനസ്സും നിങ്ങളുടെ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല കണ്ടന്റ് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫൈനാൻസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ സെൽഫ് ഡെവലപ്മെന്റ് കാര്യങ്ങളിലോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.